ഹായ് ഹലോ എൻ്റെ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നല്ല നാടൻ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷെ നമുക്ക് വളരെ സിമ്പിളായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മാങ്ങാച്ചാറാണ്. അപ്പോൾ നമുക്കിവിടെ നല്ല വെള്ള മൂവാണ്ടൻ മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് വല്ലാണ്ട് കുനുകുനൊന്നല്ല, എന്നാലും ഒരു അത്യാവശ്യം നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക, നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് സാധാരണ മുളക് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും അത്യാവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ കുറച്ച് വിനീഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയെടുക്കുക. അപ്പോൾ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ നമ്മൾ അച്ചാർ പൊടിയോ അല്ലാതെ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ മാങ്ങാച്ചാർ തന്നെയാണ്. കണ്ടില്ല, അപ്പം തന്നെ നല്ല പാലിൽ വെള്ളം വരുന്ന രീതിയിൽ നമ്മളാക്കിയെടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ മാങ്ങാച്ചാറിൽ നമ്മൾ മാങ്ങ നന്നായിട്ട് വേവിക്കണമൊന്നുമില്ല. നമ്മൾ സാധാരണ മാങ്ങ കുറച്ചൊക്കെ ഒന്ന് വേവിക്കാറുണ്ട്, ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാറുണ്ട്. പക്ഷെ നമ്മളിതിൽ അങ്ങനെ ചെയ്യണില്ല. പിന്നെ നമ്മൾ പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ അല്ല കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉലുവ, വളരെ കുറച്ച് മാത്രം ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കടുകും ചേർത്തിട്ട് അത്യാവശ്യത്തിന് കറിവേപ്പില ഇട്ടിട്ട് എന്നിട്ട് വറുത്തെടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുകയും ചെയ്യണം. നമ്മൾ മാങ്ങ അതിലിട്ടിട്ട് വേവിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ചെറിയൊരു ചൂടേ വരാൻ പാടുള്ളൂ, മാങ്ങ നന്നായിട്ട് വേവാനായിട്ട് പാടില്ല, ചെറുതായിട്ട് ചൂടായാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ടേസ്റ്റിയാണ്. നമ്മൾ പാകത്തിന് നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വിനീഗറും മുളക് പൊടി ഉപ്പൊക്കെ ചേർത്തപ്പോൾ നല്ല പുളിയൊക്കെ ബാലൻസ്ഡ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യത്തിന് എരിവൊക്കെ ഉണ്ട്. നമ്മൾ എരിവ് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറ് കഴിക്കാൻ ഈ ഒരു അച്ചാർ മാത്രം മതിയാവും. എന്താണെങ്കിലും എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.